നല്ല ദിവസത്തിനായി കർത്താവിനെ സ്തോത്രം ചെയ്യാൻ സ്തുതിക്കുന്നു. I thank and praise God for this beautiful day that He has given us. ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ പാദപീഠത്തിൽ ഒരുമിച്ചായിരിക്കാൻ കർത്താവ് സഹായിച്ചല്ലോ, അതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. I thank God for giving us this one more opportunity to be at His feet. I want to welcome all of you to this service once again, and I pray that as we spend a little bit more time in the presence of the Lord, we will all experience God's blessings in our lives. ഈ സഭായോഗത്തിലേക്ക് ഞാൻ നിങ്ങളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ദൈവസന്നിധിയിലായിരിക്കുന്ന ഈ സമയം ഒരു അനുഗ്രഹമായിരിക്കുമെന്ന് തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു. Thank you for all your prayers and all your support last week, and we had a wonderful time through everything which the Lord has done. കഴിഞ്ഞ ആഴ്ചയിൽ പ്രാർത്ഥിച്ച എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ഒരു വളരെ മനോഹരമായ ഒരു ആഴ്ചാന്ത്യം കഴിഞ്ഞ ആഴ്ചയും കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം നമുക്ക് നൽകി. ആൻഡ് നമ്മൾ ആ ബ്ലൂമിംഗ്ടണിൽ ആരംഭിച്ച പ്രവർത്തനത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്നാനപ്പെട്ടവർക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കുക. അവിടുത്തെ ആ കുടിവരവ് ശക്തമായി വളരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. I thank and praise God for the opening for the service we started in Bloomington. Continue to pray for those who were baptized last week. ഇന്ന് വൈകിട്ട് കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ 5 മണിക്ക് നമ്മുടെ റോച്ചസ്റ്ററിലെ സർവീസ് നടക്കാൻ പോകുന്നല്ലോ. Today evening, if our Lord's coming tarries, we'll have our first service at Rochester. നിങ്ങളിൽ അവിടെ വരാൻ പോകുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. I thank God for whoever are planning to come there. വരാത്തവരുണ്ടെങ്കിൽ ദൈവീയ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. If you're not planning to come, pray for that matter. ചില ആഴ്ചകൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഞാൻ വിഷയത്തെപ്പറ്റി ഇവിടെ സംസാരിച്ചപ്പോൾ a few weeks ago when I mentioned about these two matters, അന്ന് ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ ഈ പ്രവർത്തനത്തിന് വേണ്ടി ചിലർ വോളണ്ടിയർ ചെയ്യണമെന്ന് പറഞ്ഞു. I mentioned that some people should volunteer for these two ministries. നിങ്ങൾക്ക് കർത്താവിന് വേണ്ടി ഉഗാണ്ടയ്ക്ക് പോകാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾക്ക് മിനസോട്ടയ്ക്ക് പോകാൻ പറ്റും. If you cannot go for God's work to Uganda, you can go to Minnesota. നിങ്ങൾക്ക് ഒരുപക്ഷെ ചൈനയിൽ പോകാൻ പറ്റത്തില്ലെങ്കിൽ റോച്ചസ്റ്ററിൽ പോകാൻ പറ്റും. Maybe you're not able to go to China, but you will be able to go to Rochester. ഹല്ലേലൂയ. Amen. കർത്താവിന്റെ സുവിശേഷവുമായിട്ട് ഇറാനിൽ പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലൂമിംഗ്ടൺ വരെയെങ്കിലും പോകാൻ പറ്റണം. You may not be able to go to Iran with the gospel of God, but you should be able to go to Bloomington. നിങ്ങളുടെ സാന്നിധ്യം കൊണ്ടും നിങ്ങളുടെ പ്രയത്നം കൊണ്ടും നിങ്ങളുടെ ശുശ്രൂഷ കൊണ്ടും എല്ലാ രീതിയിലും ഈ പ്രവർത്തനത്തിന് നിങ്ങൾ കൈത്താങ്ങൽ കൊടുക്കുകയാണെങ്കിൽ ദൈവം ഈ ദേശത്തെ നമുക്ക് അവകാശമായി തരും. ദൈവം വൻ കാര്യങ്ങളെ ചെയ്യും. With your presence, with your efforts, with your ministries, if you are able to shoulder this effort that God has placed in these Twin Cities, He will do mighty deeds in His land. കർത്താവിനെ അറിയുവാൻ ഒരു ഭാഗ്യം, അറിയാൻ പറ്റിയത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. Knowing Jesus Christ itself is a great privilege. കർത്താവിനെ സേവിക്കുന്നത് അതും ഒരു ഭാഗ്യമാണ്. To minister, to serve Him is even a greater blessing. കർത്താവ് തരുന്ന സകല സാഹചര്യങ്ങളെയും കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി So all the ഉപയോഗിക്കുക. opportunity that God is giving us, use it for His glory. നമ്മുടെ ഡിസംബറിൽ 10 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന വരുന്നുണ്ട്. 6-ാം തീയതി മുതലാണെന്ന് തോന്നുന്നു. എനിവേ സെക്കൻഡ് വീക്കെൻഡ് മുതലാണ്. We have our fasting prayer coming in December. സൈൻ അപ്പ് ഇടുന്നതായിരിക്കും. പെട്ടെന്ന് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ബേസിസിലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡേയ്സ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ അതനുസരിച്ച് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. കർത്താവ് സഹായിക്കട്ടെ. I'll be sending up sign up for the schedule, so make sure that you respond quickly. ഏതൊരു കാര്യത്തിനും പ്രാർത്ഥനയും ഉപവാസവും അത്യാവശ്യമാണ്. For all our deeds, for our work, we need prayer and fasting. എവിടെങ്കിലും പ്രാർത്ഥന കൂടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വിടുതൽ അടുത്തു എന്നുള്ളതാണ്. If there is more prayer in any matter, remember that the deliverance is very close. കഴിഞ്ഞ ആഴ്ചയിലെ ഒരാഴ്ചത്തെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചപ്പോൾ പ്രെയർ ലൈനിലെ ആൾക്കാരുടെ എണ്ണം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ബ്ലൂമിംഗ്ടണിലെ പ്രവർത്തനത്തിന് ദൈവം വൻ കാര്യങ്ങൾ ചെയ്യുമെന്ന്. So when I gave that invitation for prayer the week before, when I saw the number of people joining, I understood that God has plans for Bloomington. അതുകൊണ്ടാണ് നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്നാന ശുശ്രൂഷ അന്ന് നടക്കാൻ ദൈവം അവസരം തന്നത്. That's why we had a blessed baptism service that evening. കഴിഞ്ഞ ആഴ്ച നമുക്ക് നല്ലൊരു സർവീസ് അവിടെ നടക്കാൻ ഇടയായി. That's why we had a good service that day. ഏതൊരു വിജയത്തിന്റെ പിന്നിൽ മുഴങ്കാലയിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ കൈ ഉയർത്തി നിൽക്കുന്ന ഒരു മോശ ഉണ്ടായിരിക്കണം. Before every victory there should be a Moses standing on his knees. ശക്തന്മാരായ ദൈവദാസന്മാരുടെ ചരിത്രത്തെ പറ്റി വായിക്കുമ്പോൾ അവരിൽ കൂടെ ദൈവം ശക്തമായ പ്രവൃത്തി ചെയ്തപ്പോൾ പിൻപിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ചിലരെ ദൈവം അതോടൊപ്പം തന്നെ ഒരുക്കുകയുണ്ടായി. If you learn about the history of mighty men who did God's work, we understand that there are many who prayed behind them.
പ്രാർത്ഥനയിൽ സപ്പോർട്ട് ചെയ്യുവാൻ ആൾക്കാരുണ്ടെങ്കിൽ ദേശത്തെ നമുക്ക് അവകാശമാക്കുവാൻ പറ്റും, ദൈവദേശത്തെ കീഴടക്കുവാൻ നമുക്ക് പറ്റും. If we have people supporting in prayer, then we will be able to conquer this land. പിശാച് എത്ര ശക്തമായി നമുക്കെതിരെ ആഞ്ഞടിച്ചാലും അതിന്റെ മേൽ ജയം നൽകുന്നവനാണ് നമ്മുടെ യേശു. കാരണം നമ്മളുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലുതാണല്ലോ. Enemy may try to hinder us from everything, but if we continue to serve, if we continue to pray in the presence of God, we can conquer this land. രാവിലത്തെ ചിന്തയ്ക്ക് വേണ്ടി നമുക്കൊരു വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 42-ാം വാക്യം. For today's meditation, let's turn our attention to Gospel according to John 4 verses 44. Let me read in English. Then they said to the woman, "Now we believe not because of what you told us, but because we heard him ourselves. Now we know that he is indeed the Savior of the world." 42. John 4:42 in Malayalam. ഇനി അവിടുത്തെ നിന്റെ വാക്ക് കൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ തന്നെ കേൾക്കുകയും അവിടുന്ന് സാക്ഷാൽ രക്ഷിതാവ് എന്ന് അറിയുകയും ചെയ്യുന്നു എന്ന് സ്ത്രീയോട് പറഞ്ഞു. Amen. Praise the Lord. നമ്മൾ ഈ സെക്കൻഡ് സർവീസ് ഞാൻ സംസാരിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിനാണല്ലോ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്, ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. In the second service we are meditating from the gospel according to John. Last time ഞാൻ സംസാരിച്ചു, കർത്താവ് പറഞ്ഞ ഒരു കാര്യം, യേശു പറഞ്ഞു, ഞാൻ സത്യനമസ്കാരികൾ സത്യത്തിലും ആത്മാവിലും പിതാവിനെ ആരാധിക്കുന്ന ഒരു സമയം വരുന്നു. Last week when we were meditating, I spoke about true worshippers who worship Father in spirit and truth. രാവിലെ ഒരു ചോദ്യം കൊണ്ട് ഞാൻ ആരംഭിക്കാൻ പോവുകയാണ്. Let me start with a Why question. do you believe? എന്തുകൊണ്ടാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? Is it because somebody told you or because you know and you have a realization inside of you? ആരെങ്കിലും പറഞ്ഞതുകൊണ്ടാണോ അതോ നമുക്ക് സ്വന്തമായ ഒരു ബോധ്യമുണ്ട്, നമുക്കൊരു അറിവുണ്ട്? Do you know Jesus personally? യേശുവിനെ സ്വന്തമായിട്ട് അറിയാമോ, നമുക്ക് We'll come to the വ്യക്തിപരമായി അറിയാമോ? verses we have read, but let me start off with this question. Do you know Jesus personally? വ്യക്തിപരമായി യേശുവിനെ നിങ്ങൾക്ക് അറിയാമോ? Do you know about Jesus or do you know Jesus? യേശുവിനെ പറ്റി അറിയാമോ അത് യേശുവിനെ അറിയുന്നോ? I have used an example which I want to tell again. ഞാൻ ഇതിനു മുൻപ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഉദാഹരണം ഞാൻ Sometimes പറയട്ടെ. people ask me, do you know this pastor, that pastor, this person? ഇന്ന പാസ്റ്ററെ ഇന്ന വ്യക്തിയെ അറിയാമോ എന്ന് ചോദിക്കും. I normally tell, yes, I know, I've heard them, I have seen them in posters, I have in flyers, I have heard their messages sometimes. ഞാൻ പറയും അറിയാം, ഞാൻ അവരെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അവരുടെ സന്ദേശങ്ങൾ ഞാൻ ശ്രവിച്ചിട്ടുണ്ട്. But I also tell them, don't go and ask them that if they know me. എന്നാൽ ഞാൻ അതിന്റെ കൂടെ പറയും, അവരോട് ചെന്ന് ചോദിക്കരുത് എന്നെ അറിയാമോ എന്ന്. Because they may not know me. കാരണം അവർക്ക് എന്നെ അറിയില്ലായിരിക്കാം. Because I am not famous as them. അവരെ പോലെ ഞാൻ ഒരു അറിയപ്പെടുന്ന വ്യക്തിയല്ല. Jesus is a famous personality. യേശു അറിയപ്പെടുന്ന വ്യക്തിയാണ്. He is very famous. യേശുവിനെ എല്ലാവർക്കും അറിയാം. Maybe somebody known by the maximum number of people throughout the history. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഈ ചരിത്രം നാം പഠിച്ചാൽ അറിയുന്നതാണ് യേശു. ഏറ്റവും കൂടുതൽ ആൾക്കാർ അറിഞ്ഞ ഒരു വ്യക്തിയായിരിക്കാം യേശുവിനെ. Jesus is one who is known by most in the history. ചരിത്രത്തിൽ പലരും അറിഞ്ഞതുപോലെ നമുക്കും യേശുവിനെ പറ്റി അറിയാമെന്നാണോ അതോ യേശുവിനെ നമുക്ക് വ്യക്തിപരമായി അറിയാമോ? Is it that you know about Jesus or do you know Jesus? ഇന്ന് പിള്ളേരെ മുമ്പിൽ വിളിച്ച് പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞുകൊണ്ടാണ് പാട്ടെടുത്തത്. Today when I invited the children to sing that song, I knowingly chose that song. കാരണം നമ്മൾ പാടിയ പാട്ട് ഏതാണ്? I have decided to follow Jesus. ഞാൻ യേശുവിനെ പിൻപറ്റും എന്നുള്ള പാട്ട്. ഒന്നുകൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. Let me remind you once more. As a result of the Wales revival, this is one of the this is recorded in the history that after the Wales revival, വെയിൽസിലെ റിവൈവലിന് ശേഷം many missionaries came to northeast part of India to spread the gospel. ഇന്ത്യയിലെ നോർത്ത് ഈസ്റ്റിൽ പലരും അനേകർ വന്നു സുവിശേഷം Many were അറിയിച്ചു. not accepting that the message of Jesus. യേശുവിന്റെ സുവിശേഷം അവർ സ്വീകരിക്കുന്നില്ലായിരുന്നു. But finally one family, one man came and he accepted Jesus through the work of a missionary. എന്നാൽ ഒരു മിഷണറിയുടെ പ്രവർത്തനം കാരണം ഒരു വ്യക്തി താൻ സ്വീകരിച്ചു. He had a wife and 2 children. തനിക്ക് ഒരു ഭാര്യയും 2 മക്കളും ഉണ്ടായിരുന്നു. And after he came to know Jesus, he started talking about Jesus to other people. താൻ യേശുക്രിസ്തുവിനെ അറിഞ്ഞതിന് ശേഷം താൻ യേശുക്രിസ്തുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞു. He was becoming very influential and he was spreading the message about Jesus among his own people. തന്റെ ജനത്തോട് താൻ അനേകരോട് താൻ സുവിശേഷം പറഞ്ഞുകൊണ്ടിരുന്നു. One day the village chief came. എന്നാൽ ഒരിക്കൽ അവിടുത്തെ മൂപ്പൻ വന്നു. The entire village was standing. അവിടെ ആ ഗ്രാമത്തെ മുഴുവൻ കൂട്ടി. He called the family forward. ആ കുടുംബത്തെ വിളിച്ചു. And he asked them to renounce their faith in Jesus Christ. അവരുടെ യേശുക്രിസ്തുവിലുള്ള അവരുടെ വിശ്വാസം തള്ളിപ്പറയുവാൻ പറഞ്ഞു. They were given 2 options. രണ്ട് കാര്യം ചെയ്യുവാൻ Deny Jesus and live or
if you do not deny Jesus, you will be killed. നിങ്ങൾ യേശുക്രിസ്തുവിനെ തള്ളിപ്പറയണം, അല്ല എങ്കിൽ നിങ്ങളെ കൊന്നുകളയും. As the family was standing there, ആ കുടുംബം അവിടെ നിൽക്കുമ്പോൾ this man said, ഈ വ്യക്തി ഇങ്ങനെ പറഞ്ഞു, I have decided to follow Jesus. ഞാൻ യേശുവിനെ പിൻപറ്റുവാൻ തീരുമാനിച്ചിരിക്കുന്നു. The village chief gave command that two of the children should be shot, or they were using the arrow, so they sent the arrow. രണ്ട് മക്കളെ കൊന്നുകളയുവാൻ ഈ മൂപ്പൻ പറഞ്ഞു. So two children were arrowed down. ആ രണ്ടുപേരെ അമ്പെയ്ത് കൊന്നു. So two children are lying there. ആ രണ്ടുപേരെ അമ്പെയ്ത് അവിടെ ഇട്ടിരിക്കുകയാണ്. The village chief again asked, ആ മൂപ്പൻ വീണ്ടും if you ചോദിച്ചു, do not deny Jesus, your wife will be killed. നീ യേശുവിനെ തള്ളി പറഞ്ഞില്ല എങ്കിൽ നിന്റെ ഭാര്യയും കൊല്ലും. And he sang next line, അടുത്ത വരി താൻ പാടി, though none go with me or join me, I will follow. എന്റെ കൂടെ ആരും വന്നില്ല എങ്കിലും ാണെങ്കിലും ഞാൻ യേശുവിനെ പിൻപറ്റും. His wife was also arrowed down. തന്റെ ഭാര്യയെയും അമ്പെയ്തു. And then after that he said this line, അതിനുശേഷം താൻ ഈ വരി പറഞ്ഞു, the cross before me, the world behind me, no turning back. ക്രൂശ് എന്റെ മുൻപിൽ, ലോകം എന്റെ പിൻപിൽ, ഞാൻ തിരിഞ്ഞു He നോക്കുകയില്ല. was also shot and he was also down. തന്നെയും അമ്പെയ്തു, തന്നെയും കൊന്നുകളഞ്ഞു. But what happened after that? അതിനുശേഷം എന്ത് സംഭവിച്ചു? The village chief started thinking, ആ ഗ്രാമത്തിലെ മൂപ്പൻ താൻ ചിന്തിച്ചു തുടങ്ങി, why did this man did not renounce when he was told he will be killed? താൻ എന്തുകൊണ്ടാണ് യേശുവിനെ തള്ളി പറയാത്തത്? After seeing two children being killed, why did he continue? തന്റെ മക്കളെ കൊന്നതിന് ശേഷവും താൻ എന്തുകൊണ്ട് തള്ളി After his പറഞ്ഞില്ല? wife was arrowed down, why did he continue? തന്റെ ഭാര്യയെ കൊന്നതിന് ശേഷം താൻ എങ്ങനെ തുടർന്നു? Why did he die? Why did he die? താൻ എന്തിന് തന്റെ ജീവൻ കൊടുത്തു? And this village chief realized something. There is something different in Jesus whom he was believing. ഈ മൂപ്പന് മനസ്സിലായി താൻ വിശ്വസിക്കുന്ന ആ യേശുവിന് ഒരു പ്രത്യേകതയുണ്ട്. He gave his life to Jesus at that moment. താൻ അത് മനസ്സിലായപ്പോൾ യേശുവിന് തന്റെ ജീവൻ History കൊടുത്തു. tells that because he was a village chief, the entire village also gave their life to Jesus and said, we will all follow Jesus. താൻ ഗ്രാമത്തലവനായിരുന്നതുകൊണ്ട് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് ആ ഗ്രാമം മുഴുവനും യേശുവിനെ പിൻപറ്റി. At that time it was not a song. അന്നൊരു പാട്ടായിരുന്നില്ല. That was just a statement this man made. ഈ വ്യക്തി പറഞ്ഞ ഒരു വാചകം മാത്രം. There is a history that it was later Sadhu Sundar Singh who formed and who joined these words and made it into a hymn, and it is said that he is the one who made this song. ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് സാധു സുന്ദർ സിംഗ് ഈ വാചകങ്ങൾ കേട്ടിട്ട് ഇതിനെ ഒരു പാട്ട് എന്നുള്ള Later രീതിയിലാക്കി. it was added into some other song books. അത് പാട്ട് കൃതികളിൽ അത് എഴുതി ചേർത്തു. Now it became a part of pretty much all the baptism services and many of the meetings we have. അത് നമ്മുടെ അനേകം നമ്മുടെ ശുശ്രൂഷകളിൽ, നമ്മുടെ സ്നാന ശുശ്രൂഷകളിൽ ഒരു This song ഭാഗമാണ് is ഇത്. based on the last words of Nokseng, a man from the Garo tribe of Assam. ആസാമിലെ ഒരു ഗാരോ ട്രൈബിലെ ഒരു വ്യക്തിയുടെ വാചകം, അവസാനത്തെ വാചകങ്ങളാണ്. Now it is part of now Meghalaya and some in Assam, that place that is from where this song originated. ഇന്ത്യയിലെ മേഘാലയയും ആസാമിലെ ആ പ്രദേശത്തിൽ നിന്നാണ് ഈ ഗാനം ആരംഭിച്ചത്. Many places it is attributed as a song of the Garo people. ഗാരോ ആളുകളുടെ പാട്ടായിട്ട് അത് അറിയപ്പെടുന്നു. We sing it very lightly. നാം അത് വളരെ ലളിതമായി പാടുന്നു. Let me ask you, as I was preparing this message, I asked myself a question. ഞാൻ ഈ സന്ദേശം തയ്യാറെടുത്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എന്നോട് ഈ ചോദ്യം ചോദിച്ചു. If I am standing in the place of Nokseng, what will I do? ഈ നോക്സിംഗിന്റെ സ്ഥാനത്ത് ഞാൻ നിന്നിരുന്നുവെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? What will I do? ഞാൻ എന്ത് This ചെയ്യുമായിരുന്നു? morning let me ask you, what will you do? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? I may say, ഞാൻ പറയുമായിരിക്കും, I am in leadership positions. ഞാൻ ഇവിടെ ലീഡർഷിപ്പിലൊക്കെ I am ഉള്ള a വ്യക്തിയാണ്. pastor. ഞാനൊരു പാസ്റ്ററാണ്. I am needed in this world. ഞാൻ ഇവിടെ ഈ ലോകത്തിലായിരിക്കുന്നത് If ആവശ്യമാണ്. I deny Jesus for 10 minutes, it's okay. ഒരു 10 മിനിറ്റിന് വേണ്ടി ഞാൻ യേശുവിനെ തള്ളി പറഞ്ഞാൽ കുഴപ്പമില്ല. I can always repent. ഞാൻ വീണ്ടും എനിക്ക് അത് മനസ്സാന്തരപ്പെട്ട് മടങ്ങി I വരാം. can always ask sorry to the Lord. ദൈവത്തോട് എനിക്ക് ക്ഷമ പറയാം. But it's okay to deny Jesus. യേശുവിനെ കുറച്ച് സമയത്തേക്ക് തള്ളി പറയുന്നത് കുഴപ്പമില്ല. But this morning, sing with truthfulness in our heart. എന്നാൽ നാം ഹൃദയത്തിൽ പരമാർത്ഥ ഹൃദയത്തോടെ നാം പാടണം. I have decided to follow Jesus. ഞാൻ യേശുവിനെ പിൻപറ്റുവാൻ There is തീരുമാനിച്ചിരിക്കുന്നു. no turning back. ഞാൻ ഒരിക്കലും തിരിഞ്ഞു നോക്കുകയില്ല. Though none go with me, still I will follow. ആരും എന്റെ കൂടെ വന്നില്ലെങ്കിലും ഞാൻ പിൻപറ്റും. This morning is our commitment in the presence of Jesus to this level. യേശുവിന്റെ സന്നിധിയിലുള്ള നമ്മുടെ സമർപ്പണം ഈ തലത്തിലുണ്ടോ? What is the level of commitment we have in the sight of in the presence of the Lord? കർത്താവിന്റെ മുൻപിൽ നമ്മുടെ സമർപ്പണം എത്ര? That is something we have to evaluate ourselves. നമ്മൾ ഓരോരുത്തരും ശോധന ചെയ്യേണ്ട ഒരു വിഷയമാണത്. Just think about us. What will we do? നാം എന്ത് ചെയ്യും ആ അവസരത്തിൽ? Hallelujah. Will we deny Jesus, or will we say, even if I die, I will stand for Jesus? യേശുവിനെ നാം തള്ളി പറയുമോ അതോ നാം പറയുമോ യേശുവിന് വേണ്ടി ഞാൻ നിൽക്കും? Once upon a time, I was challenged by a preacher.
ഒരു വ്യക്തി ഒരു ദൈവഭൃത്യൻ എന്നെ ഇങ്ങനെ ചലഞ്ച് ചെയ്തു. He was asking in a meeting. ഒരു മീറ്റിംഗിൽ എന്നോട് ഇങ്ങനെ ചോദിച്ചു. Not me. He was asking in a meeting. ഒരു മീറ്റിംഗ് താൻ ഇങ്ങനെ ചോദിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞത്, യേശുവിന് വേണ്ടി മരിക്കാൻ ഒരുക്കമുള്ളവരെല്ലാം കൈവക്കാൻ പറഞ്ഞു. അല്ലെങ്കിൽ എത്ര പേരുണ്ടെന്ന് ചോദിച്ചു. His challenge was, how many of you are ready to die for Jesus? അപ്പോൾ കുറെ പേരൊക്കെ കൈവക്കി. Some of them raised their hand. ഒരു കാര്യം കൂടെ ചോദിച്ചു. Then he asked another question. Okay, മരിക്കാൻ ദൈവം നിങ്ങൾക്ക് അവസരം തന്നില്ലെന്ന് വെച്ചു. Let's say God did not give you an opportunity to die. കർത്താവിന് വേണ്ടി മരിക്കാൻ നിങ്ങൾക്ക് അവസരം ദൈവം തരുന്നില്ല. God is not giving you an opportunity to die for the Lord. പക്ഷേ കർത്താവ് നിങ്ങൾക്ക് ഒരു അവസരം തന്നിട്ടുണ്ട്. But God is giving you an opportunity. കർത്താവിന് വേണ്ടി ജീവിക്കാൻ ഒരു അവസരം തന്നിട്ടുണ്ട്. He is giving you an opportunity to live for God. ഈ യേശുവിന് വേണ്ടി ജീവിക്കാൻ എത്ര പേര് ഒരുക്കമുണ്ട്? How many of you are willing to live for Christ? ചിലപ്പോൾ പെട്ടെന്ന് മരിക്കാൻ എളുപ്പമായിരിക്കും, പക്ഷേ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. Sometimes it is easy to die instantly, but to live your life it ചില is രീതിയിൽ difficult. ചിന്തിച്ചാൽ അതിനകത്ത് സത്യമുണ്ട് ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ. There is some truth in that statement. ഇന്ന് പകൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. Let me ask you this question. കർത്താവ് നമുക്ക് എന്തോ തന്നിട്ടില്ലാത്തത്? What did God not give you? കർത്താവ് വണ്ടി തന്നില്ലേ? Did he not give you a ഒരു vehicle? വണ്ടിയെ കയറി ചവിട്ടിയാ പോരെ, ഓരോ സ്ഥലത്ത് നമുക്ക് എത്താവല്ലോ. You can just get into the car and you can go to places. ഇപ്പൊ ആക്സിലേറ്റർ ചവിട്ടിയാ മതി. പണ്ട് എന്താണ് പെഡൽ ചവിട്ടണമായിരുന്നു. Earlier it was even more difficult. മനസ്സിലായില്ല. You have to bike to go somewhere, you have to bike and go. പക്ഷെ ഇപ്പൊ എന്താണ്, ആക്സിലേറ്റർ ചവിട്ടിയാ മതി. In olden times you have to bike, you have to cycle, you have to pedal to go somewhere. Now you just have to sit in the car and press the accelerator. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് അറിയത്തില്ല, പക്ഷെ എനിക്കൊരു അനുഭവം പറയാൻ പറ്റും. പെട്രോൾ പമ്പിൽ പോയിട്ടല്ല, ഗ്യാസ് സ്റ്റേഷൻ, ഇവിടുത്തെ പറഞ്ഞ ഗ്യാസ് സ്റ്റേഷനിൽ പോയിട്ട് ഫുൾ ടാങ്ക് അല്ലായിരുന്നു, മിനിമം അടിച്ചിട്ടായിരുന്നു പോകുന്നത്. I remember a time in my life, I don't know how many of you will understand this. When I go to the gas station, I filled in minimum required gas to go to that place. ഇപ്പോൾ എങ്ങനെയാ നമ്മൾ അടിക്കുന്നത്? But now how do you fill the gas? ഫുൾ ടാങ്ക് അല്ലേ അടിക്കുന്നത്? Now you fill the gas to കാർഡ് full. ഉരയ്ക്കുക, പമ്പ് ഓഫ് ആവുമ്പോഴല്ലേ നമ്മൾ നിർത്തുന്നത്. We just swipe the card and we wait till the pump is turned off by itself. ഹല്ലേലൂയ. നമ്മുടെ അവസ്ഥകൾക്ക് ദൈവം മാറ്റം വരുത്തിയെങ്കിൽ, God has changed our situations. നമ്മുടെ പല അവസ്ഥകളിൽ ദൈവം മാറ്റം വരുത്തിയെങ്കിൽ, If our God has changed our situations, ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ സമർപ്പണത്തിന് മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? has our submission, our commitment to Lord, has it നമുക്ക് changed? വിഷയത്തിലേക്ക് വരാം. അത്രയും മുഖവര പറയാൻ പോകുന്ന വിഷയത്തിന്റെ ഒരു അടിസ്ഥാനം ഇട്ടെന്നേ ഉള്ളൂ. Let us come back to the topic that we are listening കഴിഞ്ഞ ആഴ്ച to. നമ്മളിങ്ങനെ നോക്കി, യേശു, ജീസസ് had to go through Samaria. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇങ്ങനെയാണ് പഠിച്ചത്, യേശു ശമരിയയിലൂടെ പോകേണ്ടി വന്നു. He had to go through Samaria. ശമരിയയിൽ കൂടി കടന്നു പോകേണ്ടി And he വന്നു. was talking to a woman. ശമരിയക്കാരി സ്ത്രീയോട് താൻ I സംസാരിച്ചു. conclude by saying that Jesus shifts the focus of worship from a local view to a global view. അവിടത്തെ ആ ലോക്കലായിട്ട് ഒതുങ്ങി നിൽക്കുന്ന തലത്തിൽ നിന്ന് ഈ ആഗോളമായി നിൽക്കുന്ന ആരാധനയിലേക്ക് യേശു ക്രിസ്തു പറഞ്ഞു. That mountain, but a time is coming when true worshippers will worship the Father in spirit and in truth. ഈ മലയിലുമല്ല ആ മലയുമല്ല, ഒരു ദിവസം വരും ദൈവത്തെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന ഒരു The ദിവസം. disciples had gone to get some food. യേശുവിന്റെ ശിഷ്യന്മാർ ഭക്ഷണം വാങ്ങിക്കുവാൻ And I also പോയിരിക്കുകയാണ്. told you, remember that Jewish people will normally not go through Samaria. യഹൂദന്മാർ ശമരിയയിൽ കൂടെ കടന്നു പോകുന്നതല്ല. Because they could not, it was not something they normally do, but Jesus went through Samaria. അവർ ശത്രുക്കളെ പോലെയാണ്, അവർ തമ്മിൽ അവർ ഇടപെടുകയില്ല. യേശുക്രിസ്തു എന്നാൽ ശമരിയയിലൂടെ പോയി. I also told you that this woman comes in the noon time. Probably the biblical scholars say that it's because she could not come during the normal time. ഈ ശമരിയക്കാരി സ്ത്രീ ഉച്ച സമയത്താണ് അവിടെ വെള്ളം കോരുവാൻ എത്തുന്നത്. വചനം പഠിക്കുമ്പോൾ പഠിതാക്കൾ പറയുന്നത് താൻ മറ്റുള്ളവരെ കാണുവാൻ തനിക്ക് കഴിയാത്തത് കൊണ്ട് താൻ ഉച്ചയ്ക്ക് പോയി എന്നാണ്. Because she has a history which is not very good. തനിക്കൊരു ജീവിത ചരിത്രമുണ്ട്, അത് മറ്റുള്ളവർ അറിയുന്നത് നല്ലൊരു അനുഭവമല്ല. Many people will say she's a sinner. താനൊരു പാപിയാണെന്ന് പറയും. And Jesus confronted her by saying that you had 5 husbands, the man you have now is not your husband. എന്നാൽ യേശു തന്നോട് പറഞ്ഞതും അത് തന്നെയാണ്, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോൾ നീ കൂടെ വസിക്കുന്നത് ഭർത്താവല്ല. Just remember somebody like that, what will you tell about them? അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവരെ കുറിച്ച് നാം എന്ത് പറയും? Will you go near them? അവരുടെ അടുത്ത് പോകാനെങ്കിലും ചിന്തിക്കുമോ? And I can tell in some cases if they come from this way, we will go through the other way. ചില സമയങ്ങളിലെങ്കിലും അവരൊരു വഴി വരികയാണെങ്കിൽ നാം മറ്റു വഴി നാം പോകും. Normally people would not want to associate with such a person. അങ്ങനെ ഒരു വ്യക്തിയുമായി നാം ബന്ധപ്പെടുവാൻ ഒരിക്കലും താല്പര്യപ്പെടില്ല. People look at the history.
ചരിത്രം നോക്കുന്നതാണ്, മനുഷ്യ But this ചരിത്രം നോക്കും. morning I want to tell you something very important. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ഒരു പ്രധാനമായ ഒരു വിഷയം പറയട്ടെ. The Bible says, verse 27 onwards, just when disciples came, they were shocked to find that Jesus was talking to a woman. 27-ാം വാക്യം മുതൽ നാം വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്, ശിഷ്യന്മാർ മടങ്ങി വന്നപ്പോൾ അവർ അമ്പരന്നു യേശുക്രിസ്തു ഈ സ്ത്രീയോട് സംസാരിക്കുന്നത്. But none of them had the nerve to ask, why are you talking to this woman? എന്നാൽ ഈ സ്ത്രീയോട് എന്തുകൊണ്ട് സംസാരിക്കുന്നു എന്ന് ചോദിക്കുവാൻ ആർക്കും ധൈര്യമില്ലായിരുന്നു. But the woman left immediately. She left her water jar beside the well and ran back to the village. ആ സ്ത്രീ എന്നാൽ പാത്രം വിട്ടിട്ട് പട്ടണത്തിലേക്ക് ഓടിപ്പോയി. And she started telling everyone, താൻ എല്ലാവരോടും പറഞ്ഞു, come and see a man who told me everything I ever did. Could he possibly the Messiah? ഞാൻ ചെയ്തൊക്കെയും എന്നോട് പറയുന്ന ഒരു മനുഷ്യനെ വന്ന് കാണുവിൻ, അവൻ പക്ഷേ ക്രിസ്തു ആയിരിക്കുമോ? So people started streaming from village to see him. അവർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് അവന്റെ അടുക്കൽ വന്നു. What is happening here? അവിടെ എന്താണ് In സംഭവിക്കുന്നത്? verse 26, Jesus told her very plainly that I am the Messiah. I am the He. When she asked, are you the Messiah? He said, I am the one. 26-ാം വാക്യത്തിൽ യേശുക്രിസ്തു വളരെ വ്യക്തതയോടുകൂടിയാണ് പറയുന്നത്, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശിഹ. Disciples were shocked. ശിഷ്യന്മാർ അവിടെ Why is Jesus talking to a woman? എന്തുകൊണ്ടാണ് ഒരു സ്ത്രീയോട് സംസാരിക്കുന്നത്? And what happens to this woman? ഈ സ്ത്രീ എന്ത് ചെയ്യുന്നു? She drops the jar over there താൻ അവിടെ തന്റെ പാത്രം ഇട്ടിട്ട് and she ran back to the village. തന്റെ ജനങ്ങളോട് താൻ ഓടിപ്പോയി. What happened here? എന്താണ് അവിടെ സംഭവിക്കുന്നത്? She is impressed or she is impacted by the words of Jesus. യേശുവിന്റെ വാക്കുകളാൽ താൻ ഇംപാക്റ്റഡ് ആയിരിക്കുകയാണ്. And she's going and telling the people, come and see the man who told me everything I ever did. ഞാൻ ചെയ്തൊക്കെയും എന്നോട് പറഞ്ഞ ആ വ്യക്തിയെ വന്ന് കാണുകയും. She's asking, could he be the Messiah? പക്ഷേ ക്രിസ്തു ആയിരിക്കുമോ ഈ വ്യക്തി? All the people ran to her. എല്ലാവരും തന്നോട് കൂടെ ഓടി. Hallelujah. Her life is changing already. തന്റെ ജീവിതം മാറിക്കൊണ്ടിരിക്കുന്നു. Her life is changing. തന്റെ ജീവിതം മാറുന്നു. Many so-called holy people have not said anything to many people. വിശുദ്ധർ എന്ന് പറയുന്ന പലരും വിശദമായി പറയുന്നില്ല. Many holy people who claim to be holy may not have even told a single person about Jesus. യേശുവിനെ കുറിച്ച് ഒരു വാക്ക് പോലും വിശുദ്ധർ എന്ന് അവകാശപ്പെടുന്നവർ പറയാതിരിക്കുമ്പോൾ, But this woman who could not come in front of everyone is now running back and telling everybody that there is a possibility that the man who is there, he is the Messiah. മറ്റുള്ളവരുടെ മുൻപിൽ മുഖം കാണിക്കുവാൻ കഴിയാത്ത ഈ വ്യക്തി ഇപ്പോൾ ഓടിപ്പോയി മറ്റുള്ളവരോട് പറയുകയാണ്, ഈ ഞാൻ കണ്ട മനുഷ്യൻ മശിഹ ആണെന്ന് തോന്നുന്നു. She did not attend any training. തനിക്കൊരു ട്രെയിനിങ് She കിട്ടിയതല്ല. did not get even one day with Jesus. ഒരു ദിവസം പോലും യേശുവിന്റെ കൂടെ She ഇരുന്ന് did not പഠിച്ചില്ല. sit at the feet of Jesus. യേശുവിന്റെ പാദപീഠത്തിൽ താൻ ഇരുന്ന് But പഠിച്ചില്ല. a single encounter, a few conversations with Jesus was enough to transform her life. ഒരു ഇടപെടൽ യേശുവുമായിട്ട്, ചില വാചകങ്ങൾ യേശുവുമായിട്ട്, അത് മതി തന്റെ ജീവിതം Let മാറുവാൻ. me tell you, that's the power in the words of Jesus. യേശുവിന്റെ വാക്കുകളുടെ ശക്തി അതാണ്. That's the power which is in the gospel. അതാണ് സുവിശേഷത്തിന്റെ It ശക്തി. transforms people. അത് It രൂപാന്തരപ്പെടുത്തുന്നതാണ്. changes history. ചരിത്രത്തെ മാറ്റുന്നതാണ്. It changes, wipes out your past history and starts a new history through your life. നമ്മുടെ പഴയ ചരിത്രങ്ങൾ മാറ്റി എഴുതി പുതിയ ലിഖി എഴുതുന്നതാണ്. Why do we step forward by faith? എന്തുകൊണ്ടാണ് വിശ്വാസത്തോടെ നമ്മൾ മുന്നോട്ട് Why do we കാൽച്ചുവടുകൾ വെക്കുന്നത്? start new outstations? നാം പുതിയ ഔട്ട്സ്റ്റേഷൻസ് Why തുടങ്ങുന്നത് do we എങ്ങനെ? give a gospel tract to somebody? നാം സുവിശേഷം ഒരാൾക്ക് കൊടുക്കുന്നത് എന്തിനാ? Why do we share the gospel? നാം സുവിശേഷം പങ്കുവെക്കുന്നത് It എന്തിനാ? is not because we have anything in ourselves, നമുക്ക് എന്തെങ്കിലും ഉള്ളത് കൊണ്ടല്ല. but the message we carry transforms people. എന്നാൽ ഈ സന്ദേശം നാം കൊടുക്കുന്ന സന്ദേശം രൂപാന്തരപ്പെടുത്തുന്നതാണ്. Hallelujah. Amen. നിങ്ങളുടെ ലൈഫ് കണ്ടിട്ട് പാസ്റ്റർ പറയുന്ന പോലൊന്നും അല്ല, അങ്ങനൊന്നും അല്ല എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. The way you are sitting, it seems like it's not like how you are saying, Pastor. Hallelujah. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ പറയാം. Even if you believe or not, let me say this. യേശുവിന്റെ സന്ദേശം ഇന്നും ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. The message of Jesus even today is transforming lives. യേശുവിന്റെ വചനം രൂപാന്തരപ്പെടുത്തുന്നത് The കൊണ്ടാണ് words of Jesus is transforming lives. 6 പേര് സ്നാനപ്പെടുന്നത് നമ്മൾ കണ്ടത്. We saw last week 6 people got baptized. യേശുവിന്റെ വചനത്തിന് ശക്തിയുണ്ട്. The words of Jesus has power. സുവിശേഷം രൂപാന്തരം വരുത്തുന്നതായതുകൊണ്ട് The gospel is transforming people. മുമ്പോട്ട് നോക്കുമ്പോൾ When we look forward, വിശ്വാസ കണ്ണുകൾ അനേകർ ഇനി യേശുവിന്റെ പാദപീഠത്തിൽ വരുന്നത് നമ്മൾ കാണും. we will see people coming into the feet of Jesus with അത് നമുക്ക് eyes of വിദ്യാഭ്യാസം ഉള്ളത് faith. കൊണ്ടല്ല, It's not because we have education. നമ്മൾ It മിടുക്കന്മാരായതുകൊണ്ടല്ല, is not because we are smart people. ലോകത്തിലെ മിടുക്കന്മാരെ ലജ്ജിപ്പിക്കാൻ ഒന്നുമില്ലാത്ത നമ്മളെ ദൈവം തിരഞ്ഞെടുത്തത് കൊണ്ടാണ്. God chose us to embarrass the ones who are smart.
നിനക്കൊരു ചരിത്രം പറയാനില്ലായിരിക്കാം. You may not have a history to tell. നിനക്കൊരു ചരിത്രം കാണിച്ചു പറയാനില്ലായിരിക്കാം. You may not have a history to show to other people. പലർക്കും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം പറയാൻ പോവുകയാണ്. Let me tell something that many people will not like. നീ അഭിമാനിക്കേണ്ടത് നിന്റെ അപ്പച്ചന്മാരുടെ ചരിത്രം പറഞ്ഞിട്ടല്ല, നിന്റെ ജീവിതം കൊണ്ട് ദൈവം എന്താ ചെയ്തതെന്ന് അത് ഓർത്തിട്ട് വേണം നിനക്ക് അഭിമാനം ഉണ്ടാകാൻ. You should not be proud about what your ancestors did before you, but you should be proud about what God did for you. പല വിശ്വാസികൾക്കും പറ്റിയെന്താണെന്നറിയാമോ? Do you know what happened to many believers? അവർ ട്രോഫി കാണിച്ചുകൊണ്ടിരിക്കുക. They are still showing the old trophies. ആ ട്രോഫി 1975 കിട്ടിയത്. I got this in 1975. 85 കിട്ടിയ ട്രോഫി. This was at 85. ഓട്ട മത്സരത്തിന് കിട്ടിയ ട്രോഫി. This was what I got for running. സൺഡേ സ്കൂളിന് കിട്ടിയ ട്രോഫി. This is what I got when I യൂത്ത് for മീറ്റിംഗിൽ പ്രസംഗിച്ച് കിട്ടിയ ട്രോഫി. for youth meeting. അതെല്ലാം അവിടെ ഇരിക്കട്ടെ. Let all be there. എന്നാൽ സമർപ്പിക്കുന്നവന്റെ ജീവിതത്തിൽ കൂടെ ഒരു പുതിയ ചരിത്രം ആരംഭിക്കാൻ ദൈവം ഇന്നും ആഗ്രഹിക്കുന്നു. The one who commits and surrenders, God is ready to start a new history. ഈ സഹോദരിക്ക് ഒരു പക്ഷേ മനുഷ്യരുടെ വെട്ടത്ത് പോകാൻ പറ്റത്തില്ലായിരുന്നു. This lady could not go and face other people. എന്നാൽ യേശുവുമായിട്ട് ഒരു എൻകൗണ്ടർ ഉണ്ടായപ്പോൾ There was an encounter with Jesus Christ. ഇവളെല്ലാവരുടെ അടുക്കലും പോയി പറയുകയാണ്, എന്റെ ജീവിതത്തെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞ ഒരു മശിഹയാണെന്ന് തോന്നുന്നു, വന്ന് കാണുമീൻ. Now she is going and telling everyone that to go come and meet the Christ, the Messiah whom she met. 29ാമത്തെ വാക്യം In verse 29, പറഞ്ഞിരിക്കുന്നത്, what is it written there? ഇംഗ്ലീഷിൽ പറയാം, come and see a man who told me everything. Come and see. വന്ന് കാണുവീൻ. Amen. എന്നോട് പറഞ്ഞ ഒരു മനുഷ്യൻ വന്ന് കാണുവീൻ. ആർക്ക് പറയാൻ പറ്റും വന്ന് കാണുവീൻ? Who can tell come and see? ആർക്ക് പറയാൻ പറ്റും? Who can tell come and കണ്ടവന് see? മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ വന്ന് കാണുവീൻ. Only the ones who have seen can say come and see. പലപ്പോഴും നമുക്ക് കോൺഫിഡൻസ് ഇല്ല. Many times we don't have the confidence. നമുക്ക് വിശ്വാസമില്ല. We don't have the faith. ഹല്ലേലൂയ. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ യേശു ആരാണെന്ന് ശരിക്കും മനസ്സിലായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരോട് പറയാൻ പറ്റത്തുള്ളൂ വന്ന് കാണുവീൻ. If you have understood, if you have seen Jesus in the right way, only then you can go and tell others അതാണ് come and യേശു see. വരുത്തുന്ന രൂപാന്തരം. That's the transformation Jesus brings. അതാണ് യേശു കൊണ്ടുവരുന്ന ഒരു വലിയ വ്യത്യാസം. That is the change that Jesus will bring. അതുകൊണ്ടല്ലേ ചിതറിപ്പോയവർ പെർസിക്യൂഷൻ നിമിത്തം ചിതറിപ്പോയവർ അന്ത്യോക്യയിൽ ചെന്നവർ എന്ത് ചെയ്തു? അവർ പോയിടത്തൊക്കെ അവർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, സുവിശേഷം പ്രസംഗിക്കുക. The early followers who were scattered because of persecution, when they went to places like Antioch, they spread the gospel. എവിടെ പോയാലും അവരുടെ വിഷയം ഒന്ന് മാത്രമേ ഉള്ളൂ. Wherever they went, there was only one topic. യേശുവിനെ പറ്റി പ്രസംഗിച്ചു. They spoke about അവർ Jesus. യേശുവിനെ പറ്റി പറഞ്ഞു. They told about Jesus. അങ്ങനെ പറഞ്ഞവരുടെ മേൽ on those ദൈവത്തിന്റെ കരമുണ്ടായിരുന്നു. God's hand was with them. ഒരു വലിയ കൂട്ടം വിശ്വാസത്തിൽ വന്നു. Many joined in the faith. ഞാൻ ഒന്നും കൂടെ പറയാം. Let me say this once നീ more. യേശുവിനെ പറ്റി പറഞ്ഞാൽ If you speak about Jesus, രണ്ട് കാര്യം സംഭവിക്കത്തുള്ളൂ. there are two things which can ഒന്നിൽ happen. മനുഷ്യർ അത് റിജക്റ്റ് ചെയ്യും, Either man can reject it അല്ലെങ്കിൽ അവർ അംഗീകരിക്കും. or man will accept it. നിന്റെ ജോലിയല്ല ഒരുത്തനെ രൂപാന്തരപ്പെടുത്തുക എന്നുള്ളത്. It's not your job to transform നിന്റെ ജോലി somebody. പറയുക എന്നുള്ളതാ. Your job is to tell. രൂപാന്തരപ്പെടുന്നത് ദൈവത്തിന്റെ പ്രവൃത്തിയാ. Transformation is the അത് work of God. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാ. It's the Holy Spirit. എന്തുകൊണ്ടാണ് രൂപാന്തരം നടക്കാത്തെ? Do you know why transformation is not happening? എന്തുകൊണ്ടാ വേറെ കാര്യങ്ങളൊന്നും നടക്കാത്തെ? Do you know why mighty deeds are not നമ്മൾ happening? പറയാത്തത് കൊണ്ടാ. It's because we are not saying. എന്തുകൊണ്ടാണ് രോഗി സൗഖ്യമാകാത്തത്? Why are people സിമ്പിൾ ആൻസർ പറയാം. sickness is not getting നമ്മൾ healed? The രോഗിക്ക് simple വേണ്ടി answer is, പ്രാർത്ഥിക്കാത്തത് കൊണ്ടാ. it's because we are not praying for the sickness. സൗഖ്യമായില്ലെങ്കിൽ If you prayed and the person did not get healed, ദൈവത്തിന്റെ കാര്യമാ. it's God's work. കർത്താവ് പറഞ്ഞില്ല നീ പോയി സൗഖ്യമാക്കാൻ പറഞ്ഞില്ല. God did not say you go and heal them. എന്നാൽ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ട്. And there is healing in the name of Jesus. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? So what should we do? യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. We should pray in the name of Jesus. യേശുവിന്റെ നാമത്തിൽ പറയുക. We should speak in the name of Jesus. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുക. We should command in the name of എന്ത് Jesus. സംഭവിക്കും? What will happen? യേശുവിന്റെ നാമത്തിൽ നീ പറയുമ്പോൾ When we speak in the name of യേശു Jesus, പ്രവർത്തിക്കേണ്ട കാര്യം പ്രവർത്തിക്കും. Jesus will work the എന്നാൽ way that he പിശാചിന്റെ താല്പര്യം should. എന്താ അറിയാമോ? Do you know what നിന്റെ Satan ചരിത്രത്തെ wants to do? ചൂണ്ടിക്കാണിച്ചിട്ട് He will show your history. നീ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. You don't have to go there. കാരണം നിന്റെ 5 ഭർത്താവിന്റെ 6ാമത്തേതിന്റെ ചരിത്രം പറഞ്ഞവനാണ് അവൻ. They are the people who mocked you by telling your history about 5 husbands. ഇതെല്ലാം നിന്റെ എല്ലാവർക്കും അറിയാം. നീ പറയുന്ന ആരും കേൾക്കാൻ പോകുന്നില്ല. Nobody is going to listen to you. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ. Let me tell ഈ this. ശമര്യക്കാരത്തി സ്ത്രീയെ ദൈവം ഉപയോഗിച്ചെങ്കിൽ നമ്മളെ ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റത്തില്ലേ? If God can use the Samaritan woman, can God not use us? ഒരിക്കൽ കൂടെ പറയാം. Let me say that once more. ഈ ശമര്യക്കാരത്തി സ്ത്രീ
This Samaritan woman, അവളാണ് അവളുടെ വില്ലേജിൽ ആദ്യമായിട്ട് യേശുവിനെ പ്രഖ്യാപിച്ചത്. she is the first person who ഞാൻ proclaimed about പറഞ്ഞില്ലേ, Jesus in her ചരിത്രം village. മാറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന്. Jesus can change the history. ഒന്ന് ഇതിൽ ഈ വചനത്തിൽ കൂടെ പറയാം. Through this word, let me say that ഈ again. സ്ത്രീക്ക് ഇന്ന് വരെ ഒരു ചരിത്രമുണ്ട്. Till now, she has a ആ history. വില്ലേജിൽ പോയി ആരോടെങ്കിലും ചോദിച്ചാൽ അവർക്ക് അവളെ പറ്റി പറയാൻ പല കാര്യങ്ങളുണ്ട്. There are many things people can tell about this എന്നാൽ woman. ഇപ്പോൾ അവർക്ക് പറയാൻ ഒരു കാര്യമുണ്ട്. Now people can say one അവളുടെ thing. പാസ്റ്റ് എന്തായിരുന്നാലും ഈ വില്ലേജിൽ ആദ്യമായിട്ട് യേശുവിനെ പറ്റി പറഞ്ഞത് ഈ സ്ത്രീയാണ്. It doesn't matter what her history is, but she is the one who told about Jesus in this village. എത്ര ചരിത്രന്മാർ മാറ്റി എഴുതിയാലും ഞാൻ പറയട്ടെ, അവളുടെ വില്ലേജിൽ ആദ്യമായിട്ട് യേശുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാന്ന് ചോദിച്ചാൽ ഈ ശമരിയക്കാരത്തി Whatever സ്ത്രീയാണ്. the historians say, we can say for sure that she is the first person who spoke about Jesus in this village. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? What happens here? ലോകം പാപിനി അല്ലെങ്കിൽ സിന്നർ എന്ന് സ്റ്റാമ്പ് ചെയ്ത ഒരു സ്ത്രീയെ യേശു അവൻ വിറ്റ്നസ് ആക്കി മാറ്റുകയാണ്. Jesus has converted this person who is stamped as a sinner by the world. She's converting her A into a sinner is witness. turned into a witness of Jesus. പാപിനി യേശുവിന്റെ സാക്ഷിയായി If തീരുന്നു. Jesus, if God can use a woman like that, how much more he can use you and me. അങ്ങനെ ഒരു സ്ത്രീയെ ദൈവത്തിന് ഉപയോഗിക്കുവാൻ കഴിയുമെങ്കിൽ എന്നെയും നിന്നെയും But in order എത്രയധികം to use, നമ്മളെ ഉപയോഗിക്കണമെങ്കിൽ we need to throw our jars aside. നമ്മുടെ പാത്രങ്ങൾ നാം എറിഞ്ഞു We കളയണം. need to run and tell others about and tell them, come and see. നാം തിടുക്കത്തിൽ വേഗത്തിൽ ഓടണം, മറ്റുള്ളവരോട് പറയണം വരിക കാണുക. The time is running out. Let me quickly go forward. ഞാൻ മുന്നോട്ട് പോകട്ടെ. So remember, God can change anybody and make them a witness for Jesus. യേശുവിന്റെ സാക്ഷിയായി മാറ്റുവാൻ കർത്താവിന് ആരെയും കഴിയും. Children, believe that Jesus can make you a witness. കുഞ്ഞുങ്ങളെ ഇത് വിശ്വസിക്കണം, യേശുവിന് നിങ്ങളെ ഒരു സാക്ഷിയായി മാറ്റുവാൻ കഴിയും. Now, let's come to the conversation which Jesus was having with his disciples. ശിഷ്യന്മാരുമായി യേശുക്രിസ്തുവിന്റെ Disciples സംഭാഷണം came and said, Rabbi, eat something. ശിഷ്യന്മാർ വന്ന് പറയുകയാണ് എന്തെങ്കിലും ഭക്ഷിക്കണം. Let me be cook here. But they are saying, no. Jesus is saying, no, I have food to eat, but you don't know that. അതിന് യേശുവിന്റെ മറുപടി ഇതാണ്, നിങ്ങൾ അറിയാത്ത ആഹാരം ഭക്ഷിക്കുവാൻ എനിക്കുണ്ട്. And then disciples are asking, could somebody given him the food to eat already? ആകയാൽ വല്ലവനും അവന് ഭക്ഷിക്കുവാൻ കൊടുത്തുവോ എന്ന് ശിഷ്യന്മാർ തമ്മിൽ പറഞ്ഞു. And that time Jesus gives them a reply. എന്നാൽ യേശുവിന്റെ മറുപടി ഇതാണ്, Verse 34. 34-ാം വാക്യം. My nourishment comes from doing the will of God who sent me and from finishing his work. എന്നെ അയച്ച ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നത് എന്റെ അവിടുത്തെ പ്രവൃത്തി തികയ്ക്കുന്നത് എന്റെ ആഹാരം. എന്നെ അയച്ചവന്റെ ഹിതം ചെയ്ത് അവന്റെ പ്രവൃത്തി നിവർത്തീകരിക്കുന്നതാണ് എന്റെ ആഹാരം. My food is to do the will of him who sent me and to accomplish his work. My food is to do the will of him. എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യുന്നത് എന്റെ ആഹാരം. Finish this work. അവിടുത്തെ പ്രവൃത്തി തികയ്ക്കുന്നത്. His work. ഹല്ലേലൂയ. അവിടുത്തെ പ്രവൃത്തി തികയ്ക്കുന്നത്. This morning, ഇന്ന് പ്രഭാതത്തിൽ what is the heart of mission? മിഷൻസിന്റെ ഹൃദയം എന്താണ്? Let me tell you, this is one of the key element of a missionary. ഒരു മിഷണറിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം We all are ഇതാണ്. missionaries. നാം എല്ലാവരും I മിഷണറിമാരാണ്. told the quote already ഞാൻ many weeks ago. ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ Every ഈ heart വിഷയം without പറഞ്ഞല്ലോ. Jesus is a mission field. Every heart with Jesus is a missionary. യേശു ഇല്ലാത്ത എല്ലാ ഹൃദയവും ഒരു മിഷൻ ഫീൽഡാണ്. യേശു ഉള്ള ഹൃദയങ്ങളെല്ലാം വ്യക്തികളെല്ലാം മിഷണറിമാരാണ്. What is the heart's beat? എന്താണ് നമ്മുടെ ഹൃദയത്തിന്റെ I തുടിപ്പ്? want to do the will of my Father in heaven. എന്നെ സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ ഹിതം ഞാൻ ചെയ്യണം. And I want to finish. ഞാൻ ഇവിടെ അവസാനിപ്പിക്കട്ടെ. Jesus says, I am not satisfied by eating biryani or pudichor you bought from there. അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന ഭക്ഷണം കഴിക്കുന്നതല്ല, അതല്ല എൻ്റെ ആഹാരം. ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് കൊണ്ടുവന്ന പൊതിച്ചോറും ബീഫും പൊറോട്ടയും ഒന്നുമല്ല എനിക്ക് തൃപ്തി നൽകുന്നത്. It does not satisfy whatever good food that you buy from whatever restaurant. മനസ്സിലാകാൻ വേണ്ടിയാ പറയുന്നത്. ഈ ശിഷ്യന്മാര് പോയിരിക്കുകയായിരുന്നു ഫുഡ് മേടിക്കാൻ. The disciples they went there to get food, buy food. അപ്പോൾ ചോദിച്ചു കാണും, ഓരോ ശിഷ്യൻ ചോദിച്ചു കാണും, നമ്മുടെ യൂദാട് ചോദിച്ചു കാണും, യൂദാ ട്രഷറല്ലേ, ഇവിടെ പൈസ ഉണ്ടോ? And the disciples might have asked Judas, do we have enough money? ഇന്ന് നമുക്ക് കാര്യമായിട്ടായി കളയാം. We'll be lavish today. ഹല്ലേലൂയ. ബീഫും പൊറോട്ടയും, let's buy beef and parota. അല്ലെ പൊതിച്ചോറ്, we'll buy something nice. എന്തെങ്കിലുമൊക്കെ നല്ലത്, ഇച്ചിരി ബിരിയാണി. We'll buy something lavish and good. വെയിറ്റ് ചെയ്യണം. നിങ്ങളുടെ വായിന്ന് വെള്ളം വരുന്നത് ഞാൻ കാണുന്നു. ഇച്ചിരി വെയിറ്റ് ചെയ്യണം. You have to wait a little bit more to have food. കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞിട്ട് പോയി കഴിച്ചു, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ കഴിക്കാനുള്ള കാര്യം ചിന്തിക്കണ്ട. We'll have food after the service. അപ്പോൾ ഇവര് ഇതെല്ലാം നല്ല ഫുഡും കൊണ്ടായിരിക്കും വന്നിരിക്കുന്നത്. ഞാൻ അങ്ങ് ചിന്തിക്കുക. I'm imagining that the disciples came here with good food. യേശു പറയാതല്ല. And Jesus is saying that's not the food. എന്നെ അയച്ചവന്റെ ഹിതം. The will of the one who sent me. ഒരു കാര്യങ്ങൾ, finish the work.
And there's one more thing written here: accomplish, finish his work. And then പ്രവൃത്തി Jesus says തികയ്ക്കുന്നത്. that harvest is ready. അതിനുശേഷം യേശു പറയുന്നത്, സമയം കുറവായതുകൊണ്ട് I don't want, because of lack of time, I don't want to read the entire thing. Jesus says, open your eyes and look at the fields because they are ready for harvest. അതിനുശേഷം യേശു പറയുന്നത്, കൊയ്ത്ത് വെളുത്തിരിക്കുന്നു. The reaper is already receiving pay and gathering fruit for eternal life. വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിക്കുവാൻ തക്കവണ്ണം കൊയ്യുന്നവൻ കൂലി വാങ്ങി നിത്യജീവനിലേക്ക് വിളവ് Jesus is saying കൂട്ടിവെക്കുന്നു. one sows, the another reaps. യേശു പറയുന്നത്, വിതയ്ക്കുന്നത് ഒരുത്തൻ, കൊയ്യുന്നത് മറ്റൊരുത്തൻ. See, that is the principle of the word of God. അത് ദൈവവചനത്തിന്റെ ഒരു പ്രിൻസിപ്പിളാണ്, ഒരു തത്വമാണ്. What is the principle of the word of God? ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? You will only reap what you have sown. വിതച്ചത് That is മാത്രമേ actually കൊയ്യുവാൻ the കഴിയുകയുള്ളൂ. principle of the world also. You know, when it comes to cultivation, gardening, everything we know. Without sowing, you are not going to. ഈ ലോകത്തിലെയും തത്വം തന്നെയാണ്, നാം വിതച്ചില്ല എങ്കിൽ കൊയ്യുവാൻ കഴിയുകയില്ല. But remember, if something was sown, it will be ready for harvest one day. എന്നാൽ നാം അറിയണം, ഓർക്കണം, ഒരു വസ്തുത അത് വിതച്ചുവെങ്കിൽ ഒരു നാൾ അത് കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് നമ്മൾ സാച്ചുറേറ്റിന്റെ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുക. We have been doing the Saturate program for many years now. നാളെ ആരണ്ട് പറയുന്നത് കേട്ടു. Recently somebody said, ഞാൻ പറയട്ടെ, അവിശ്വാസത്തിന്റെ വാക്കുകൾ നിങ്ങൾ പറയണ, നിങ്ങളെ തന്നെ അങ്ങ് പറഞ്ഞാൽ മതി, എൻ്റെ അടുക്ക് വന്ന് പറയല്ലേ. if you have words of unbelief, you say within yourself, don't come and tell it to me. പറഞ്ഞാലും കുഴപ്പമില്ല. Even if you tell, it's okay. നിങ്ങൾ ആരും പറയല്ല, അതിനാ ഞാൻ പറയുന്നത്. You shouldn't say those എന്തായി words. ഇത്രയും കുറേ വീടുകളിലൊക്കെ പോയിട്ട് എന്തായി? What happened? What's the result? We have been going to so many houses. ഹല്ലേലൂയ. ഞാൻ പറയാം. Let me say, നമ്മൾ വിതച്ചിട്ടുണ്ടോ? did we sow? ഒന്നിൽ നമ്മൾ കൊയ്യും. Either we will reap. ഇല്ല, എൻ്റെ അകത്തൊരു വിശ്വാസമുണ്ട്. I have this deep faith എൻ്റെ within ആയുസിൽ me. കൊയ്തില്ലെങ്കിൽ എൻ്റെ അടുത്ത തലമുറ അത് കൊയ്യും. Even if it is not in my lifetime, the next generation will reap. ഹല്ലേലൂയ. ആയിരക്കണക്കിന്, ഏകദേശം 10,000-ൽ പരം വീടുകളിൽ നമ്മൾ ഈ ദേശത്ത് വചനം എത്തിച്ചിട്ടുണ്ട്. We have sent, we have made available the gospel in at least in about 20,000 ഒരു കാര്യം homes. എനിക്കറിയാം. I know one thing for sure. എൻ്റെ കണ്ണടയുന്നതിന് മുമ്പ് ഒരു കൊയ്ത്ത് ഞാൻ കാണും. Before my eyes are closed, I will see ഇനി a കണ്ടില്ലെങ്കിൽ harvest. Even if I don't see, നിത്യതയിൽ ഞാൻ ആ കൊയ്ത്ത് കാണും. I will see that in eternity. അത് ബൈബിളിലെ പ്രിൻസിപ്പിളാ. It is a principle in the Bible. വിതയ്ക്കുന്നവൻ അധൈര്യപ്പെട്ടു പോകേണ്ട കാര്യമില്ല. The one who sows should not be discouraged. വിതയ്ക്കുന്നവൻ ഡിസ്കറേജ് ആകാൻ നമുക്ക് ഓപ്ഷൻ ഇല്ല. We don't have the option to be discouraged. The ones who are sowing. ആഴ്ചയില് 6 പേര് സ്നാനപ്പെട്ടു. കഴിഞ്ഞ ഞായറാഴ്ച ബ്ലൂമിംഗ്ടണിൽ പുതിയ ആ കൂട്ടിവരവ് പ്രാർത്ഥിച്ച് ഇനോഗ്രേറ്റ് ചെയ്തപ്പോൾ, The last week, six people got baptized, and when we started the new ministry in service in 5-6 വർഷമായിട്ട് എല്ലാ തേർഡ് സാറ്റർഡേയിലും മിക്കവാറും ആഴ്ചകളിൽ ഇവിടെ സമോസയും കഴിച്ചിട്ട് ഹിന്ദിപ്പാട്ടും പാടിപ്പോയ കാര്യം ഞാൻ ഓർത്തു. I remembered for many years, in the third Sunday we came here and we sang and we praised God in Hindi. ദൈവമക്കളെ, ഞാൻ പറയാം. Let me say this, dear people of God. വിതച്ചിട്ടുണ്ടെങ്കിൽ കൊയ്യും. If you sowed, you will reap. പ്രത്യേകിച്ച് കണ്ണുനീരോടെ വിതച്ചിട്ടുണ്ടെങ്കിൽ, Especially if you sowed with tears, നീ ആർപ്പോടെ കൊയ്യും. you will reap with joy. അതാണ് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്. That is what the word of God അതുകൊണ്ട് teaches വിതയ്ക്കാൻ us. മടിക്കല്ലേ. So don't be discouraged. കൊയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയും ചെയ്യല്ലേ. Don't wait to harvest. നീ വിതയ്ക്കുക. You keep തക്ക sowing. സമയത്ത് ഒരു കൊയ്ത്ത് നടക്കും. At the right time there will be a തക്ക harvest. സമയത്ത് ഒരു കൊയ്ത്ത് നടത്തും. At the right time there will be a reaping. ഹല്ലേലൂയ. വിശ്വാസം വേണം നമ്മുടെ അകത്ത്. We should have the belief. We should have the faith within us. അവിശ്വാസത്തിന്റെ വാക്ക് പറയരുത്. We should not say words of unbelief. ഒന്നുമില്ലെന്ന് പറയരുത്. Don't say there is nothing. ഹല്ലേലൂയ. 10 പേരെ ദൈവം തന്നെങ്കിൽ ദൈവത്തിന് സ്തോത്രം പറയണം. If God gave us 10 people, give thanks to the Lord. 50 പേരുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം പറയണം. If there are 50, say thanks, give thanks to the Lord. കാരണം എന്താണെന്നറിയാമോ? Do you know why? എൻ്റെ ദൈവത്തിന് ഹല്ലേലൂയ 5 അപ്പവും 2 മീനെ കൊണ്ട് 1000-ആയിരക്കണക്കിന് ആൾക്കാരെ പോഷിപ്പിക്കാമെങ്കിൽ, ഹല്ലേലൂയ, Our Lord can feed thousands of people with five loaves and 2 fish. ഉണ്ടെന്നുള്ളത് വിഷയം ദൈവത്തിന്. It doesn't matter how many you have. നമുക്കുള്ളത് അവന്റെ കയ്യിൽ കൊടുക്കാമെങ്കിൽ, What matters is give what we have to the Lord. അത് ദൈവത്തിന്റെ കൈ കൊടുക്കാമെങ്കിൽ, Give it to the Lord. അതിൽ കൂടെ ദൈവത്തിന് വൻ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. Our God will be able to do mighty things അതുകൊണ്ട് through ദൈവത്തിന് that. വൻ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. With that, God will be able to do mighty things. ഹല്ലേലൂയ. Amen. ഒരാളെ രക്ഷയിലേക്ക് നയിക്കാൻ ഒത്തിരി പേരുടെ റോളുണ്ട് അതിൻ്റെ അകത്ത്.
to lead one person to Christ, to salvation, there are many people to play a role. ഒരിക്കല് ഒരു വ്യക്തിയെ പറ്റി ഇങ്ങനെ പറയുകയായിരുന്നു. About one person this was said. എവിടെ വെച്ചോ ഒരാൾ ഒരു ട്രാക്ട് കൊടുത്തു. At some place somebody gave a അദ്ദേഹം tract. വായിച്ചിട്ട് മാറ്റി വെച്ചു. He read it and kept it aside. കഴിഞ്ഞപ്പോൾ വേറെ ഒരാൾ വന്ന് അദ്ദേഹത്തോട് എന്തോ സംസാരിച്ചു. After some time somebody else came and spoke to him. അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തൊക്കെയോ ഒരു ചെറിയ ചിന്ത തോന്നി. And he started thinking about കുറച്ചു something. കാലം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം ആക്ച്വലി ഒരു ചർച്ചിൽ പോയത്. After some time he went to a church. പിൻകാലങ്ങളിൽ അദ്ദേഹം സുവിശേഷം കുറച്ചുകൂടെ മനസ്സിലാക്കി. And later he understood about the gospel. അത് കഴിഞ്ഞ് അദ്ദേഹം സ്നാനപ്പെട്ടു. And later he got baptized. സ്നാനത്തിന്റെ സമയത്ത് പള്ളിക്കാരെല്ലാം കൂടെ പറഞ്ഞു, During the baptism the നമ്മുടെ people said, പ്രവൃത്തി കൊണ്ട് ഇത് നടന്നെന്ന്. because of our deeds this happened. സ്വർഗ്ഗത്തിലെ ദൈവം നോക്കുമ്പോൾ When the Father in heaven he ആദ്യമേ looks down, കൊടുത്തവനും പ്രതിഫലമുണ്ട്, the one who gave the tract right away at the beginning, he രണ്ടാമത് also has സംസാരിച്ചവനും reward. പ്രതിഫലമുണ്ട്, The one who spoke next, he also has a പള്ളിയിൽ reward. വന്ന് സുവിശേഷം പറഞ്ഞവനും പ്രതിഫലമുണ്ട്, The one who spoke the gospel to him, he also has reward. പ്രതിഫലമുണ്ട്. The one who baptized him എല്ലാവർക്കും also has reward. പ്രതിഫലമുണ്ട്. Everyone will be അതുകൊണ്ട് rewarded. വിതയ്ക്കാൻ മടിക്കരുത്. So don't be discouraged. Don't stop from വിതച്ചാൽ sowing. കൊയ്യും. If you sow, you will reap. ഹല്ലേലൂയ. അതുകൊണ്ട് വിശ്വസ്തയോടെ വിതയ്ക്കാം. So let's അപ്പോൾ sow യേശു with പറഞ്ഞു, faithfulness. എന്റെ ആഹാരം, So എന്റെ ആഹാരം, മൈ ഫുഡ്. So Jesus is saying, my food. രണ്ട് കാര്യം ഓർക്കണം. ഒന്ന് പിതാവിന്റെ ഹിതം ചെയ്യണം. What are the two things? The will of him who sent, വർക്ക് എനിക്ക് ഫിനിഷ് ചെയ്യണം. to accomplish his work. പെട്ടെന്ന് അവസാന ഭാഗത്തേക്ക് കടന്നു വരാം. Let me come to the last part. So always be focused on finishing the will of the Father. നമ്മുടെ ലൈഫിൽ എപ്പോഴും we need to have that focus. Let's move forward. സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ പ്രവൃത്തി ഹിതം ചെയ്യുവാൻ വേണ്ടി നമ്മുടെ ഹൃദയങ്ങൾ എപ്പോഴും When you come തുടിക്കട്ടെ. to verse 39, 39ാമത്തെ വാക്യത്തിലേക്ക് നാം വരുമ്പോൾ, come to the summary. It says that now many Samaritans from that town believed in him because of what the woman said when she testified. ഞാൻ പറഞ്ഞതൊക്കെയും അവൻ എന്നോട് പറഞ്ഞു എന്ന് സ്ത്രീ സാക്ഷ്യം പറഞ്ഞ വാക്ക് നിമിത്തം ആ പട്ടണത്തിലെ പല ശമര്യക്കാരും Now അവനെ listen. വിശ്വസിച്ചു. Now, so when the Samaritans came to him, they asked him to stay with them, and he stayed there 2 days. 40ാം വാക്യം, അങ്ങനെ ശമര്യക്കാർ അവന്റെ അടുക്കൽ വന്നു തങ്ങളോട് പാർക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. Many അവൻ more 2 നാൾ believed പാർത്തു. because of what he said. ഏറ്റവും അധികം പേർ യേശുവിന്റെ വചനം കേട്ട് വിശ്വസിച്ചു. So remember, Jewish people will not even cross through Samaria. ഓർക്കണം, യഹൂദന്മാർ ശമര്യയിൽ കൂടെ കടന്നു പോകില്ല. Now what is happening here? ഇവിടെ എന്താണ് യേശു ചെയ്യുന്നത്? Jesus is going to stay there for how many days? 2 യേശു days. 2 days Jesus stayed there. യേശു അവിടെ 2 ദിവസം ആ പട്ടണത്തിൽ പാർത്തു. Let me tell you like this. ഞാനിങ്ങനെ പറയട്ടെ, When Jesus comes, യേശു വരുമ്പോൾ there is racial reconciliation which happens. അവിടെ ഒരു റേഷ്യൽ റിക്കൺസിലിയേഷൻ അവിടെ സംഭവിക്കും. Jews are asked to stay for 2 days. അവിടെയുള്ള ജനം 2 ദിവസം താമസിക്കാൻ I പറയുന്നു. have seen this first hand in my life. ഞാൻ അത് വ്യക്തിപരമായി ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. അനേക വർഷങ്ങൾക്ക് മുമ്പ് Many years ago കംബോഡിയയിൽ വിയറ്റ്നാമിൽ നിന്നും ലാവോസിൽ നിന്നും വന്ന പിള്ളേരുടെ 7 ക്യാമ്പ് നടക്കും ഒരുമിച്ച്. there was few camps happening together from people from Cambodia and Laos. ആദ്യമേ ഈ കംബോഡിയയിൽ നിന്നും വിയറ്റ്നാമിൽ നിന്നും വന്ന പിള്ളേർ പൊളിറ്റിക്കൽ റീസൺസ് കൊണ്ട് അവർ തമ്മിൽ ഒരിക്കലും യോജിക്കത്തില്ല. The students from Cambodia and Vietnam, they're not okay because of political reasons. Tensions ഉണ്ടായിരുന്നു. There was political tensions between the two countries. പറഞ്ഞു ചിലപ്പം ഇവർ തമ്മിൽ ഫൈറ്റ് ആകാനും സാധ്യതയുണ്ട്. The staff worker said there is even a possibility that they may fight against each other. കാരണം അങ്ങനെയുള്ള ഒരു ചരിത്രമാണ് അവർക്കുള്ളത്. Because they have a history, political history behind that. പക്ഷേ മീറ്റിംഗ് 5 ദിവസത്തെ ക്യാമ്പാണ്. It was a camp for 5 days. 3ാമത്തെ 4ാമത്തെ ദിവസമായപ്പോഴത്തേക്കിന് 3rd or 4th day, കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്തു. the Lord started doing great mighty things. അവസാനത്തെ ദിവസം The last day, വിയറ്റ്നാമിൽ നിന്നുള്ള പിള്ളേരും കംബോഡിയയിൽ നിന്നുള്ള പിള്ളേരും the students from Vietnam and from Cambodia, അവർ തമ്മിൽ കെട്ടിപ്പിടിച്ച് കരയുന്ന കാഴ്ച ഞാൻ കണ്ടു. ഞാൻ മാത്രമല്ല, കൂടെ ഉള്ളവരും കണ്ടു. they were embracing each other and they were weeping and crying. അവര് കുറെ നേരം കെട്ടിപ്പിടിച്ച് കരയുന്നത് കണ്ടു. They were embracing each other and crying. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, എന്തുകൊണ്ട് അവർ കെട്ടിപ്പിടിച്ച് കരഞ്ഞു? Why did they do that? ചരിത്രം മാറിയത് കൊണ്ടല്ല. It's not because the history changed. ചരിത്രം വീണ്ടും എഴുതിയത് കൊണ്ടല്ല. It's not because the history was അവർ rewritten. കെട്ടിപ്പിടിച്ച് കരഞ്ഞതിന്റെ കാരണം, the reason why they embraced each other, യേശുവിന്റെ സന്ദേശം, സുവിശേഷത്തിന്റെ സന്ദേശം അവരെ രൂപാന്തരപ്പെടുത്തിയത് കൊണ്ടാണ്. the message of Jesus Christ, the message of gospel that transformed her. അതുകൊണ്ടാണ് അവർ പഴയതെല്ലാം മറന്നിട്ട് അവർ ഒരുമിച്ച് മുമ്പോട്ട് പോകുവാൻ ഒരുങ്ങിയത്. That is why they were able to forget the past and they were able to move forward together. ഹല്ലേലൂയ. ഇന്നും യേശുവിന്റെ വചനത്തിനും കർത്താവിന്റെ സുവിശേഷത്തിനും ആ ശക്തിയുണ്ട്. Even today the word of Jesus, the gospel has that power. എന്താണ് അതിന്റെ സുവിശേഷത്തിന്റെ ശക്തി? What's the power of that gospel? ശത്രുക്കളെ മിത്രങ്ങളാക്കി മാറ്റുന്നതാണ് സുവിശേഷം. It is the power to bring enemies, make enemies into friends. ഹല്ലേലൂയ. രൂപാന്തരം വരുത്താണ് സുവിശേഷം.
the gospel transforms. ഏറ്റവും വലിയ ശത്രുത ആരിലായിരുന്നു? What was the greatest enmity പാപം ചെയ്ത് towards? ദൈവത്തിൽ നിന്ന് അകന്നുപോയ മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യേശു കർത്താവ് ഈ താണഭൂമിയിൽ വന്നെങ്കിൽ, If Jesus came down into this lowly earth to reconcile man ശത്രുതയെ with അകറ്റി sin, മിത്രങ്ങളാക്കി മാറ്റിയെങ്കിൽ, if he removed the enmity and made us friends with God, ഹല്ലേലൂയ, ഇന്നും നമ്മൾ ഈ സുവിശേഷത്തിന്റെ വക്താക്കളാണ്. we are ambassadors. We are epistles of this നമ്മൾ എന്താണ് gospel. പ്രസംഗിക്കുന്നത്? What are we preaching? ഈ ഒരു സന്ദേശം റിക്കൺസൈലേഷന്റെ സന്ദേശമാണ്. We are preaching this message of reconciliation. യഥാസ്ഥാനപ്പെടുത്തുന്ന സന്ദേശമാണ്. We are preaching this message of ദൈവത്തിൽ restoration. അകന്നുപോയ ജനത്തെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്നതാണ്. The people who were separated from God, to bring them മനുഷ്യൻ back. അകന്നതിനെ അടുപ്പിക്കുന്നതാണ് ഈ സുവിശേഷം. The man and man who got separated from each other, this reconciles them. സുവിശേഷത്തിന് മാത്രമേ അത് ചെയ്യുവാൻ പറ്റത്തുള്ളൂ. Only gospel can do that. നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ ചിലരെങ്കിലും കണ്ടിട്ടുണ്ട്, കൊളംബിയയിലെ നടന്ന സംഭവത്തെ പറ്റി നമ്മൾ കണ്ടിട്ടുണ്ട്, വീഡിയോ കണ്ടിട്ടുള്ളവരാണ് നമ്മൾ. Many of us have seen known and seen the video of what happened in Colombia. So the gospel has the power to change and transform. സുവിശേഷത്തിന് രൂപാന്തരം പെടുത്തുവാൻ അതിന് ശക്തിയുണ്ട്. I want to tell you, ഞാൻ I don't പറയട്ടെ, have hope in anything else, മറ്റൊന്നിലും എനിക്ക് വിശ്വാസം എനിക്ക് പ്രത്യാശയില്ല. but I have hope in Jesus. എന്നാൽ യേശുവിൽ എനിക്ക് Jesus can പ്രത്യാശയുണ്ട്. transform any situation and anybody. യേശുവിന് ആരെയും ഏത് അവസ്ഥയെയും മാറ്റുവാൻ Now what രൂപാന്തരപ്പെടുത്താൻ happens കഴിയും. is here many believed in Jesus. ഇവിടെ നാം കഴിഞ്ഞ ഏറ്റവും അധികം പേർ യേശുവിന്റെ They വചനത്തിൽ saw വിശ്വസിച്ചു. Jesus for 2 days. യേശുവിനെ 2 ദിവസം അവരവിടെ കണ്ടു. They had a lot of interaction with Jesus. യേശുവുമായിട്ട് അവർ I'm thinking ബന്ധമുണ്ടായിരുന്നു. there was a big meeting arranged. വലിയ യോഗങ്ങൾ കൂടിയിട്ടുണ്ടാകാം. Maybe a lot of people came and they sat down and listened to Jesus. അനേകർ കൂടി വന്നിരുന്ന യേശുവിന്റെ വാക്കുകൾ കേട്ട് കാണും. But who triggered all these things? എവിടെ നിന്നാണ് ഇത് If തുടങ്ങിയത്? this woman would not have gone and told the village, ആ സ്ത്രീ പോയി ആ ഗ്രാമത്തിൽ പോയി ആ കാര്യം probably പറഞ്ഞില്ലായിരുന്നെങ്കിൽ Jesus would have gone back 2 days ago. 2 ദിവസം മുൻപ് യേശു തന്റെ യാത്ര This തുടരുമായിരുന്നു. woman's witnessing delayed Jesus' journey by 2 more days. ഈ സ്ത്രീയുടെ സാക്ഷ്യം കാരണം മാത്രം യേശു 2 ദിവസം താൻ വൈകി. God used this woman who had a label upon her as a sinner to transform the entire community. പാപി എന്നുള്ള പേരുണ്ടായിരുന്ന ഈ സ്ത്രീയെ ഒരു ഗ്രാമത്തെ മാറ്റുവാൻ ദൈവം ഉപയോഗിച്ചു. All those people came and they believed upon Jesus because now they have seen. ഈ ജനമൊക്കെയും കൂടെ വന്ന് ഇപ്പോൾ യേശുവിനെ അവർ വിശ്വസിക്കുന്നു, കാരണം അവർ Not only കണ്ടു. that, they are now telling something. അവരിപ്പോൾ പറയുന്നത് ഇതാണ്. And they told the woman, അവർ ആ സ്ത്രീയോട് ഇങ്ങനെ പറയുന്നു, we no longer believe because of what you said. ഇനി നിന്റെ വാക്കുകൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്. Since we have heard for ourselves and know that this really is the savior of the world. ഞങ്ങൾ തന്നെ കേൾക്കുകയും അവിടുന്ന് സാക്ഷാൽ രോഗരക്ഷിതാവ് എന്ന് അറിയുകയും ചെയ്തിരിക്കുന്നു. Now what happens here? ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? എന്താണ് സംഭവിച്ചത്? What happened? കഴിഞ്ഞ ദിവസം ഈ സഹോദരി പോയി അവരെല്ലാം വിളിച്ചോണ്ട് വന്നതാണ്. Last day this woman called all these people ഞാൻ there. ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഈ മീറ്റിംഗ് അവസാനിക്കുമ്പോൾ I'm imagining this when the meeting got over. അപ്പോൾ അവര് വന്ന് ഈ സ്ത്രീയോട് പറയാ, This all the people gathered together and is telling this lady. ഈ സ്ത്രീയോട് പറയാണ്, നീ പറഞ്ഞതുകൊണ്ടല്ല, They are telling it's not because what you said. ഞങ്ങൾ കേട്ടു, We heard. ഞങ്ങൾക്കറിയാം, We understood. ഇവൻ ലോകരക്ഷിതാവെന്ന് ഞങ്ങൾക്കറിയാം. He is the savior of the world. ഹല്ലേലൂയ. Amen. ഇന്ന് പകൽ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ചോദിച്ചോട്ടെ. Let me ask this question. നമുക്കറിയാമോ നമ്മൾ ആരെയാ സേവിക്കുന്നത്? Do we know whom we serve? നമുക്കറിയാമോ? Do we know whom we serve? എല്ലാവരും പറഞ്ഞതുകൊണ്ടാണോ ഈ മാർഗത്തിന്റെ പുറകെ ഇറങ്ങി തിരിച്ചത്? Is it because of somebody said something that ഭാര്യ we came ഭാര്യ after this? പറഞ്ഞുകൊണ്ടാണോ നീ വിശ്വാസത്തിൽ പോയത്? Are you in this path of faith because your വീട്ടിൽ wife പ്രശ്നം told so? ഉണ്ടാണ്ടോന്ന് പറഞ്ഞുകൊണ്ടാണോ നീ യേശുവിന്റെ പിന്നാലെ ഇറങ്ങി Is it തിരിച്ചത്? because to have peace in the family? ഭർത്താവ് പറഞ്ഞുകൊണ്ടാണോ നീ യേശുവിനെ Is it പിൻപറ്റുന്നത്? because the husband told you so? പിള്ളേരെ ചോദിക്കട്ടെ, Children, let me ask അപ്പനും അമ്മയും you. പറഞ്ഞുകൊണ്ടാണോ നീ യേശുവിനെ പിന്നാലെ പിൻപറ്റുന്നത്? Is it because your parents told you that you are following Jesus? പക്ഷെ നീ യേശുവിന്റെ അടുക്ക വന്നാൽ If you come at the feet of ഒരുപക്ഷെ Jesus, നിന്നെ അപ്പനോ അമ്മയോ ഭാര്യയോ ഭർത്താവോ ആയിരിക്കാം വിളിച്ചു കൊണ്ടുവന്നത്. maybe your wife or your husband or your parents invited you to that place. പക്ഷെ നീ യേശുവിന്റെ അരികിൽ വന്നിരുന്ന് യേശുവിൽ നിന്ന് കേട്ടാൽ, If you are beside Jesus and you are listening to Jesus, യേശുവിനെ അടുത്ത് കണ്ടാൽ, if you are along with Jesus and you നിനക്ക് see ഒരു him, സാക്ഷ്യം പറയാൻ പറ്റും. you will also be able to say this നീ testimony. പറഞ്ഞതുകൊണ്ടല്ല, It is not because you said that. ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം കണ്ണാൽ കാണുകയും We saw it with our eyes. ഞങ്ങൾ അത് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുകയാണ്. We understood, we heard for ourselves. ഹല്ലേലൂയ. ഇന്ന് പകൽ ആ ഒരു അനുഭവം നമ്മുടെ ലൈഫിലുണ്ടോ? Let's have this do we have this experience? പ്രധാനമായി 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. There are the 3 things I said. ഒരു പാപിയെ ഒരു സാക്ഷിയാക്കി മാറ്റിയ യേശുവിന്റെ പ്രവൃത്തി.
the transformation of Jesus who changed a sinner into his witness. യേശുവിന്റെ സ്റ്റേറ്റ്മെന്റ് എൻ്റെ പിതാവിന്റെ ഹിതവും ഏൽപ്പിച്ച പ്രവൃത്തി നിവൃത്തിയാക്കുകയാണ്, അതാണ് എൻ്റെ ആഹാരം. The statement of Jesus which says, my food is to do the will of God who sent me and to accomplish his work. മൂന്നാമത്തെ ചോദ്യം ഇന്ന്, അല്ലെങ്കിൽ മൂന്നാമത്തെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞത്, യേശുവിനെ വ്യക്തിപരമായി അറിയാമോ? The third thing that I'm asking or I'm saying is, do you know Jesus personally?